ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി. അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പം ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓട്സ് നല്ലതായിട്ട് വറുത്തെടുക്കണമേ. സാധാരണ ഇത് നമ്മൾ ഓട്സ് കുതിർത്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പശപ്പ് പോലെ തോന്നും. അപ്പം നമുക്കൊന്ന് വറുത്തിട്ടിടാമെങ്കിൽ ആ ഒരു കുഴഞ്ഞ ആ ജ്യൂസിൽ സ്മൂത്തിക്കകത്ത് ഇരിക്കത്തില്ല. വറുത്തിട്ടിടുന്നതാണ് ഒന്നുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലതായിട്ട്. അപ്പോൾ ഞാൻ ഓട്സ് ജാറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, റെഡ് കളറിലെയാണ്. അതാണ് സ്മൂത്തിക്ക് ആ കളർ വന്നത്. പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം ഞാൻ കുതിർത്ത് വെച്ചേക്കുക. നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, മധുരത്തിന് വേണ്ടി ഈന്തപ്പഴം ചേർത്തേക്കാം. പിന്നെ വെള്ള ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളിലും ഒന്നുകൂടെ മധുരവും ടേസ്റ്റും ഈ റെഡ് കളറിനുണ്ട്. അപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, പകുതിയുടെ ആവശ്യമുള്ളൂ ഇപ്പോഴേ. അപ്പം ഞാൻ ഒരു പഴവും ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റും. പിന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഓട്സൊക്കെ നല്ല ഹൈ ഫൈബർ അല്ലേ, അപ്പം വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ജാറുണ്ടല്ലോ, മിക്സഡ് ജാറിനകത്തോട്ട് നമുക്കിത് ഫ്രൂട്ട്സ് ഇട്ട് നമുക്ക് ഇതിൽ പാലല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ നോർമൽ വെള്ളമാണ്. നമുക്ക് ഐസ് യൂസ് ചെയ്യണമെങ്കിൽ ഐസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, തണുത്ത വെള്ളം വേണമെങ്കിൽ അത്. ഇതിപ്പോൾ ഞാൻ നോർമൽ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടി ഈന്തപ്പഴം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാവേ. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് 2 പേർക്ക് കുടിക്കാൻ വേണ്ടിയുള്ളതാണ്. കുറച്ച് കാഷ്യൂനട്ടും ബദാമും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടെ ഇട്ട് കൊടുക്കുവാണ് ഒരു ഡെക്കറേഷന് വേണ്ടിയേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അവരവരുടെ ചോയ്സ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.